എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പല്ലൊന്നും തേച്ചില്ല, ഉറക്കത്തിൽ നിന്ന് അതേപടി എണീറ്റ് വന്നിരിക്കണ പോലെ കേട്ടോ. കാരണം ഇന്ന് ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നീട് ഞാൻ മിസ്സാകും. ഈ ദിവസം എൻ്റെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നേരെ പോയിട്ട് പല്ല് തേച്ച് കുളിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞതേ ഡ്രസ്സൊക്കെ മാറി വന്നു, സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ധൃതി പിടിച്ച് ഡ്രസ്സ് മാറി എല്ലാ കാര്യങ്ങളും ചെയ്യണം. 5 മിനിറ്റ് സമയമുള്ളൂ നമ്മുടെ മുമ്പിൽ കേട്ടോ. അയ്യോ ക്രീം മാറിപ്പോയോ? ഇല്ല, പെട്ടെന്ന് തന്നെ ഡ്രസ്സ് അല്ല ക്രീം തേക്കുക, ചായ കുടിക്കുക, ഇറങ്ങി കൊള്ളുക, അത്ര സമയമുള്ളൂ കേട്ടോ. വേഗം 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 കൂടെ ആകെ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ലേറ്റ് ആകാൻ നോക്കുക. അതല്ലേലും ഞാൻ അങ്ങനെ കേട്ടോ, എവിടെ പോകാനുണ്ടെങ്കിലും ലേറ്റ് ആയിട്ടേ ഇറങ്ങുള്ളൂ. എന്നിട്ട് ഓടും. ആ ഒരു സ്വഭാവം കേട്ടോ എൻ്റെ. ഇനി എന്താ, പെർഫ്യൂം അത്യാവശ്യം. ഇത് നല്ല സ്പ്രേ ഉള്ള നല്ല മണമാട്ടോ. നമുക്ക് ഇത്ര അടിച്ചാൽ മതി. ഒരു ദിവസം കഴിഞ്ഞാൽ 2 ദിവസമെങ്കിലും നിന്നോളും, കുളിച്ചില്ലെങ്കിൽ നിന്നോളും കിട്ടും. ഭയങ്കര ഉപകാരമാണ് ഈ സ്പ്രേ. ഇനി എന്താ, ഇനി നമുക്ക് ഷൂവും സോക്സും ഇട്ട് പെട്ടെന്ന് പോകണം. കാരണം വീഡിയോ കറക്റ്റായിട്ട് കിട്ടണ്ടോന്നും എനിക്കറിയത്തില്ല. കാരണം ഈ ദിവസം എനിക്ക് മറക്കാൻ പാടില്ല. ഇതല്ല, വേറൊരു ദിവസം കൂടെ ഉണ്ട്. എന്നാലും ഈ ദിവസം നമുക്ക് അത്യാവശ്യമാണല്ലോ. അയ്യോ കയറി. അപ്പൊ ഇത് ഞാൻ വീഡിയോ എടുത്തു വെച്ചില്ലെങ്കിൽ ഇത് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പിന്നീട്. അപ്പൊ അയ്യോ, ഇനി തലമുടി ചുമ്മാ ഇങ്ങനെ ചെന്ന് ചീപ്പോ ചീരി കഴിഞ്ഞാൽ പതിഞ്ഞു പോകും. കുളി കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട്? ശരിയാവില്ലേ? കാണാൻ പറ്റുന്നില്ലേ? നല്ലല്ലേ? അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് ബാഗ് കൊടുത്ത് വേഗം പോവാ. ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ. ഇനി നമുക്കൊരു പട്ടി ഷോയാകാം. പക്ഷെ ഏറ്റില്ല അങ്ങോട്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ഏറ്റില്ല. സാരില്ല. ഇന്ന് എന്താ സ്പെഷ്യൽ അറിയോ? ഇന്നിന്റെ ക്ലാസ് തീരുവോ ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ്. ഇനി നമുക്ക് ലിഡിൽ നിന്ന് 1 കിലോ പഴം വേണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് തീരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ ഇച്ചിരി ഫുഡും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി പൊതുവെ പഴം ഇരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. നല്ല പഴം നോക്കി എടുക്കും. ഏതാണോ നല്ല പഴം? കുഴപ്പമില്ല. ഇത് വലിയ കുഴപ്പമില്ല അല്ലേ? ഇതൊന്ന് തൂക്കി നോക്കാം ഇത് എന്തോരം ഉണ്ടെന്ന്. മിഷനിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് നോക്കണം. ഇങ്ങനെ കൊണ്ടിട്ട് ജസ്റ്റ് വെച്ചാൽ മതി. എത്രയുണ്ട്? 900. കൊണ്ട് നമുക്ക് ബില്ലടിക്കാം. ഇതൊക്കെ മതി. ഇതൊക്കെ ധാരാളം. ഈ കട കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഡ്രസ്സ് ഇച്ചിരിയൊക്കെ കിട്ടത്തുള്ളൂ. അവർ വല്ല ഓഫറിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലാതെ ഫുഡ് ഐറ്റംസ് എല്ലാം ഈ കടയിൽ കിട്ടും. ഒത്തിരി വില ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബില്ല് പേ ചെയ്യാമേ. അപ്പം 1 കിലോയ്ക്ക് €1.29. അത് ലൂസ് വേറെ പഴമായതുകൊണ്ട്. അപ്പം ഞാൻ എടുത്ത കറക്റ്റ് ഒന്നുമില്ലായിരുന്നു, എന്നാലും 1 കിലോ അടുത്തുണ്ടായിരുന്നു. അപ്പം 61. അങ്ങനെ നമ്മൾ പഴവും മേടിച്ചു, ബില്ലും അടച്ചു. ഇനിയിപ്പം നേരെ ക്ലാസ്സിലേക്ക്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. കാരണം ഞാൻ വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പഴം മേടിക്കാൻ വേണ്ടിയേ. അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അലക്സ് എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി ആണ് മെയിനായിട്ട് പാത്രങ്ങൾ കൊണ്ടിരുന്നതും ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നത്. അങ്ങനെ വലിയ ഡെക്കറേഷനൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടിരുന്ന ആ ചേച്ചി കേട്ടത്. ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും ഓരോന്നൊക്കെ തുടങ്ങി കാണും. ഞാൻ ചെന്നിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിക്കാട്ടോ. എല്ലാവരും കാണിക്കാൻ പറ്റില്ല, അനുവാദമില്ല. Gut auch sein. Ist ja für den 18 Monate und
eine PFA Ausgebildete mit einem ഹേ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോയുടെ തുടക്കം എങ്ങനെയാന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് റൂമിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ മീൻസ് എൻ്റെ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് കഴിഞ്ഞു. ഇനി അടുത്ത് കടമ്പാന്ന് പറയുന്നത് ഞാൻ എക്സാം പാസ്സാകുക, എക്സാം ഉണ്ടാവും, അത് പാസ്സാകുക എന്നുള്ളതാണ്. അപ്പം സോ അങ്ങനെ. അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഒന്നും ഇടത്തില്ല. ഞാൻ എൻ്റെ എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഇടത്തുള്ളൂ. കാരണം ലാംഗ്വേജ് ആണ്, എനിക്ക് നല്ല പാടാണ്, പേടിയാണ് എനിക്ക് എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത്. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തില്ല. അപ്പം കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു ഞാൻ പറയുന്നത് ഇത് എൻ്റെ ലൈഫിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞല്ല ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ തുടങ്ങിയ. അപ്പോൾ ഞാൻ പറയാം, മീൻസ് ഇപ്പൊ തന്നെ നമ്മുടെ ജീവിതത്തിന് കാൽ ഭാഗമായി. 25 വയസ്സായി. 100 വയസ്സിൻ്റെ അകത്ത് 25. 100 വയസ്സ് വരെ ഒന്നും നമ്മൾ ജീവിച്ചിരിക്കില്ല. അതിൽ 25 വയസ്സായി. അപ്പം ജീവിതത്തിന്റെ കാൽ ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പം അമ്മൂസ് ഉണ്ടായി. ഇനിയിപ്പോ എന്തുവാ, ഇനി മുമ്പോട്ട് നമ്മൾ നോക്കി കഴിയുമ്പം നമ്മളിനി പഠിക്കാനൊന്നും പോകത്തില്ലല്ലോ. നമ്മുടെ ആ ഒരു എന്താണ്, ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞില്ലേ നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പഠിത്തം നിന്നേ വിചാരിച്ചിരുന്നേ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് കയറ്റിയെന്ന് ജർമ്മനിക്ക് വിട്ടുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പം ജർമ്മനി എന്ന് പറയുമ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കാന്. പക്ഷെ ഇനി നമ്മൾ പഠിക്കുന്നില്ലല്ലോ. മീൻസ് നമ്മൾ കഴിഞ്ഞു, നമ്മളൊരു കോഴ്സ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മളതിന് എന്താണ്, ജോലി കിട്ടി, ജോലിക്ക് കയറുക, പഠിച്ച് പാസ്സാകുക, ജോലിക്ക് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ പകുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു അങ്ങോട്ട് കഴിഞ്ഞു. ഇനി കുറെ നാൾ കഴിയുമ്പം ഒരു 72 വയസ്സാണ് ഞാൻ ചെറുപ്പം തൊട്ട് പറയാറുള്ളത് എനിക്ക് ജീവിച്ചിരിക്കണമെന്ന്. അതുവരെ ഒന്ന് ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. എപ്പോഴെല്ലാം തട്ടിപ്പോ മനുഷ്യന്റെ കാര്യല്ലേ. അപ്പം എൻ്റെ മനസ്സിങ്ങനെ എന്നോട് പറയുന്നു, BA വീഡിങ് എടുത്തു വെക്ക്, എന്തുവാ നിന്റെ ലൈഫിന്റെ പകുതി കഴിഞ്ഞു, BA 25 വയസ്സായില്ലേ 100-ല്. അപ്പൊ ഇനി സ്കൂളിൽ പഠിക്കാൻ പോവാ, അല്ലെങ്കിൽ അത്രയും പേരുടെ ഒപ്പം ഒരു വർഷം പോവുക, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എല്ലാ കാലഘട്ടം കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് കാണാം. സോ നമുക്ക് മനസ്സിലാവൂലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ പെട്ടെന്ന് വലുതാവണമെന്ന്. പക്ഷെ വലുതായി നമ്മള് ഈ ഒരു ലെവലിലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ കുട്ടിക്കാലം മിസ്സാവും. ശരിക്കും മിസ്സിങ് എനിക്കുണ്ട് ചെറുപ്പത്തിൽ ഇത്. പക്ഷെ എല്ലാം മീൻസ് എന്താണ്, എനിക്കിങ്ങനെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇനി എൻ്റെ എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ബാക്കി പറയാം. എനിക്ക് ഇനി അത് കോളൊന്നുമില്ല, ജസ്റ്റ് ഇത്രേ ഉള്ളു കാര്യം. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ടോപ്പിക്കിന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇത് പറയാൻ വേണ്ടി എനിക്ക് പിന്നീടത്തേക്ക് ഓർത്തിരിക്കാനും കാണാനും വേണ്ടിയൊക്കെ എടുത്തൊരു വീഡിയോ ആണ് ഇത്. അപ്പോ